الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد حمدا كثيرا طيبا مباركا فيه إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وأرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله خير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين هم لفروجهم حافظون സ്നേഹാദരനായ സത്യവിശ്വാസികളെ പ്രപഞ്ച സത്താവും സർവ്വലോക സംരക്ഷണ നേതാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവിധ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ ഏവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം ജീവിതം ചിട്ടപ്പെടുത്തുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ മുഅ്മിനാത്തുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളും ഇത്തിബാഅ് ചെയ്ത് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നാഥൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് എത്ര അനുഗ്രഹങ്ങൾ നൽകി എന്ന് പറഞ്ഞാലും, എത്ര ആരോഗ്യം നമുക്കുണ്ട് എന്ന് നമ്മൾ അഭിമാനിച്ചാലും, എത്ര സമ്പത്ത് നമ്മൾ നേടിയെടുത്താലും, എത്ര സൗന്ദര്യമുള്ളവനാണെങ്കിലും നമ്മയൊക്കെ ഭയപ്പെടുത്തുന്ന, വല്ലാതെ ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയം, ഇതെല്ലാം ഇവിടെ നഷ്ടമുണ്ടാകും, നാശം സംഭവിക്കും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള യാഥാർത്ഥ്യം നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ്. അതിന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് തെളിവുകൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തെ ജീവിതവും നമ്മുടെ കാഴ്ചയും കേൾവിയും നമ്മുടെ തൊലിപ്പുറവും നമ്മുടെ ശരീരവും അതുപോലെ മുടിയും എല്ലാം, അതിനൊക്കെ പഴയതിനേക്കാൾ മാറ്റു കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും എല്ലാ അനുഗ്രഹങ്ങളും ഈ ലോകത്ത് നമുക്ക് നഷ്ടം സംഭവിക്കും എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യമാണ്. എല്ലാവരുടെ മുന്നിലും വല്ലാത്ത ഒരു ഭയമാണ് ഈ ലോകത്തിന്റെ നാശവും അല്ലെങ്കിൽ നമ്മളുടെ അനുഗ്രഹങ്ങൾ നശിച്ചു പോവുക എന്ന് പറയുന്നത്. എന്നാൽ നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള ഒരു കാര്യമാണ്, നാളെ പാരത്രികമായ ലോകത്ത്, പരലോകത്ത് അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ
അതിനേതെങ്കിലും നിലക്കുള്ള മാറ്റി കുറയുകയോ നഷ്ടം സംഭവിക്കുകയോ ചെയ്യുകയില്ല എന്ന് ഖുർആൻ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. പരലോകത്തെ മുഴുവൻ സകല സുഖസൗകര്യങ്ങളും അള്ളാഹു എന്നേക്കുമായി വിശ്വാസികൾക്ക് അനുഗ്രഹമായി നൽകുന്നതാണ്. കാരണം സ്വർഗപ്രവേശനം ലഭിക്കുന്ന സന്ദർഭത്തിൽ വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, മുനാദിൻ. എന്താണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്? നിങ്ങൾ ഇവിടെ ആരോഗ്യവാനായിരിക്കൂ, നിങ്ങൾക്കിവിടെ രോഗമുണ്ടാകില്ല, നിങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കില്ല. നിങ്ങളിവിടെ യുവാക്കളായി ജീവിക്കൂ, യുവതികളായി ജീവിക്കൂ, നിങ്ങൾക്കിവിടെ വാർദ്ധക്യം സംഭവിക്കുന്നില്ല. നിങ്ങളിവിടെ ജീവിക്കൂ, നിങ്ങൾക്കിവിടെ ഒരിക്കലും അവസാനമോ മരണമോ സംഭവിക്കുന്നില്ല. അവിടുത്തെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോൾ അതിലൊരിക്കലും നിങ്ങൾക്ക് നിരാശകൾ സമ്മാനിക്കുന്ന ഒരു കാര്യമേ ഉണ്ടാകുന്നില്ല എന്ന നിലക്ക് സകല സുഖസൗകര്യങ്ങളും എന്നേക്കുമായി ഒരു മടിപ്പോ ഒരു വെറുപ്പോ ഇല്ലാത്ത രൂപത്തിൽ അള്ളാഹു നൽകുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രവേശിക്കുന്നവർ എന്നെന്നും ശാശ്വതരായി ആ സ്വർഗീയ ലോകത്ത് ജീവിക്കുമെന്നുള്ളതാണ്. കുറെ കാലം ജീവിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും അടുപ്പ് ഏതെങ്കിലും വിഷയത്തിൽ ഉണ്ടാകുമോ? ഇവിടെ നമ്മളൊരു വാഹനം ഉപയോഗിച്ച് കുറെ കാലം കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും, മറ്റൊരു വാഹനം നമ്മൾ ആഗ്രഹിക്കും. ഒരു മൊബൈൽ കുറെ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനോടൊരു മടുപ്പ് തോന്നും, വേറൊന്ന് കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കും, അല്ലെങ്കിൽ വേറൊന്ന് നമ്മൾ വാങ്ങും. ഏതൊരു വിഷയവും ദുനിയാവിൽ അങ്ങനെയാണെങ്കിൽ പരലോകത്ത് സ്വർഗത്തിൽ തന്നെ ഏതെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോൾ അത് കുറച്ചു കാലം കഴിയുമ്പോൾ അതിനോട് ഏതെങ്കിലും ഒരു നേരിയ മടുപ്പോ ഒരു വെറുപ്പോ ഉണ്ടാകുമോ എന്നത് ചോദിച്ചാൽ ഒരിക്കലും അത് ഉണ്ടാകുകയില്ല എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുന്നത്. ഒരു നിലക്കുള്ള ചേഞ്ചും അവിടെ ആഗ്രഹിക്കുന്നില്ല. ഇതിനേക്കാൾ കൂടുതൽ മതി, ഇതിനെന്തോ മാറ്റു കുറഞ്ഞു എന്ന ഒരു സംഭവം തന്നെ സ്വർഗത്തിലില്ല. ആ നിലക്ക് എല്ലാ നിലക്കും സംതൃപ്തമായ ഒരു ജീവിതമാണ് ഈശത്തുർ റാദിയ എന്നാണ് ഖുർആൻ അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത്. രണ്ട് സ്ഥലത്താണ് ഖുർആൻ അത് പറഞ്ഞത്. ഒന്ന്, പരലോകത്ത് മഹ്ശറയിൽ വിചാരണയുടെ കോടതിയിൽ കിതാബ് നൽകപ്പെടുന്ന ചില ആളുകൾ, വലത് കൈയിൽ കിതാബ് കൊടുക്കുന്ന ആളുകളുണ്ട്. അവരുടെ ജീവിതം സംതൃപ്തകരമായ ജീവിതം എന്ന് ഖുർആൻ പറയും. അതേപോലെ സ്വർഗത്തിലേക്ക് അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ അവർക്ക് സംതൃപ്തപരമായ ജീവിതമാണ്. അവർക്ക് മനസ്സ് വിഷമിക്കുന്ന വാക്കുകളില്ല, ആരും അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പലരുടെയും വാക്കുകൾ നമ്മുടെ മനസ്സുകളെ വേദനിപ്പിക്കും, പലരുടെയും സംസാരങ്ങളും നോട്ടങ്ങളും നമ്മളെ പ്രയാസപ്പെടുത്തും. സ്വർഗത്തിൽ അങ്ങനെ ഒരു സംഗതിയേയില്ല. ആർക്കും ഒരു നേരിയ വിഷമങ്ങളോ ദുഃഖമോ ഇല്ലാത്ത എന്നെന്നും സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും സുദിനങ്ങൾ നൽകുന്നതാണ് ഈശത്തുർ റാദിയ എന്ന ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ആ സ്വർഗലോകം കൊതിക്കാത്ത വിശ്വാസികളില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. മരണത്തിന് ശേഷം എന്ത് വേണം, എവിടെ പോകണമെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും സ്വർഗത്തിൽ പ്രവേശിക്കണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്നാൽ ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്തു വേണം? അതിന് ചില കർമ്മങ്ങൾ ചെയ്തേ തീരൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന് വിശ്വാസം നിർബന്ധമാണെന്ന് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചു. സ്വർഗപ്രവേശനം സാധ്യമാക്കുന്ന കർമ്മങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും നിസാരമായി കാണരുത്. ആ കർമ്മങ്ങളില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാം എന്ന് നമ്മൾ വിചാരിക്കരുത്. ആ കർമ്മങ്ങൾ അനിവാര്യമാണ് സ്വർഗപ്രവേശനത്തിന്. അത്തരത്തിലുള്ള ഓരോ കർമ്മങ്ങളും ജീവിതത്തിൽ ചിട്ടപ്പെടുത്തുമ്പോഴാണ് സ്വർഗപ്രവേശനം ഒരു വിശ്വാസിക്ക് സാധ്യമാവുക. സഹോദരങ്ങളെ, അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വർഗപ്രവേശനത്തിന് ഞാൻ നിങ്ങൾക്ക് ജാമ്യം നിൽക്കാം. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. അതിലൊന്ന് നിങ്ങളുടെ നാവാണ്, രണ്ട് നിങ്ങളുടെ ലൈംഗിക അവയവമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ അക്സറു ഖതായ ബിനി ആദമ ഫീ ലിസാനിഹി, മനുഷ്യരുടെ കൂട്ടത്തിൽ ആദം മക്കളിൽ ഏറ്റവും കൂടുതൽ തെറ്റ് സംഭവിക്കുന്നത് ഏതിനു കൊണ്ടാണ്? അവന്റെ ലിസാനിഹി, അവന്റെ നാവ് കൊണ്ടാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നാവ് കൊണ്ട് നമ്മൾ പോലും അറിയാതെ എത്ര തെറ്റുകളാണ് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകളെ കുറിച്ച് നുണ പറയുക, പരദൂഷണം പറയുക, ഗീബത്ത് പറയുക, ഭീഷണി പറയുക, ഇങ്ങനെ നാവിൽ സത്യസന്ധമല്ലാത്ത ഉറപ്പില്ലാത്ത പല കാര്യങ്ങളും, കേൾക്കുന്നതെല്ലാം പറയുക എന്ന സ്വഭാവം, ആവശ്യമില്ലാതെ സംസാരിക്കുക, പരിഹസിക്കുക, ഇങ്ങനെ തുടങ്ങി നാവ് കൊണ്ട് ധാരാളം കുറ്റങ്ങളാണ് ഓരോ ദിവസവും. സംസാരിക്കുമ്പോൾ ആരെങ്കിലും കുറിച്ച് പറയും, ആരെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉള്ളതാണെങ്കിൽ ഗീബത്താണ്, ഇല്ലാത്തതാണെങ്കിൽ കളവാണ്. എങ്ങനെ വന്നാലും എന്തെങ്കിലുമൊക്കെ പറയാതെ ഒരു സമാധാനവും കിട്ടാത്ത ഒരു സ്വഭാവം നാവ് കൊണ്ട് പലരും റസൂലുള്ളാഹി പറഞ്ഞ അക്സറു ഖതായ, അധികം ആളുകൾക്കും സംഭവിക്കുന്ന
ഒരു വലിയ തെറ്റാണ് നാവ് കൊണ്ട് സംഭവിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്. സുഫിയാൻ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഖുൽതു യാ റസൂലല്ലാഹ് മാ അഖാഫു മാ തഖാഫു അലയ്യ, അള്ളാഹുവിന്റെ റസൂലെ, ഞങ്ങളിൽ താങ്കൾ ഭയപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന വിഷയം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ഫഅഖദ ബിലിസാനി നഫ്സിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവ് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ്, ഖാല ഹാദാ, ഇതിനെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. കാര്യം കൂടുതൽ ആളുകൾ നരകത്തിലേക്ക് പ്രവേശിക്കാൻ പോലും അത് കാരണമാണ്, നാവാണ്. അവരുടെ സംസാരങ്ങൾ സൂക്ഷിക്കാത്തതിന്റെ പേരിൽ, നാവ് കൊണ്ട് അവർ പ്രവർത്തിക്കുന്നതിന്റെ പേരിൽ, അതിന്റെ പേരിൽ അവർക്ക് നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്ന അവസ്ഥ, ദുരവസ്ഥ അല്ലാഹുവിന്റെ റസൂൽ ഉണർത്തി കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഉള്ള ഒരു വിഷയമാണ് ലൈംഗികാവയവം എന്ന് പറയുന്നത്. വിവാഹം കഴിച്ചവരും വിവാഹം കഴിക്കാത്തവർക്കും ഒരുപോലെ പിടികൂടിയിട്ടുള്ള ഇന്നത്തെ കാലത്ത്, നവകാലത്ത് ഏറ്റവും കൂടുതൽ അത്തരം വിഷയത്തിൽ അപജയം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സദാചാരബോധമില്ലാത്ത ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നു. അതിനെ സൂക്ഷിക്കേണ്ട രൂപം അള്ളാഹുവിന്റെ പ്രവാചക വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി നൽകിയിട്ടുണ്ട്. രണ്ട് സ്ഥലത്ത് ഒരുപോലെ അള്ളാഹു പറഞ്ഞ കാര്യമാണ്. സൂറത്തുൽ മുഅ്മിനൂനിൽ മുഅ്മിനീങ്ങളുടെ വിശ്വാസത്തെ കുറിച്ച് പറയുന്നിടത്ത്, മുഅ്മിനീങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നിടത്ത്, സൂറത്തുൽ മആരിജിലും അള്ളാഹു പറഞ്ഞു വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. മുഅ്മിനീങ്ങൾ, വിജയിച്ചവർ, മുഫ്ലിഹീങ്ങളായ ആളുകൾ, അവരെങ്ങനെയാണ് അവരുടെ സ്വഭാവം? അവരുടെ ഒരു സ്വഭാവ ഗുണം എന്ന് പറയുന്നത് അവരുടെ ലൈംഗികാവയവത്തെ അവർ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഇല്ല അലാ അസ്വാജിഹിം, അവരുടെ ഭാര്യമാരിൽ അല്ലാഹു അനുവദിച്ചു നൽകിയ മാർഗത്തിലൂടെ അല്ലാതെ അതൊരിക്കലും അവർ ഉപയോഗപ്പെടുത്തുകയില്ല. എന്നിട്ട് ഇനി അതിന്റെ അപ്പുറത്ത് ആരെങ്കിലും ആഗ്രഹിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്താൽ അവരതിരി കവിഞ്ഞവരാണ്, അവരക്രമികാരികളാണ്. അത് കഠിനകഠോരമായ ശിക്ഷയാണ് ഖബറിലും ബർസഖിലും പരലോകത്തും അവരെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് ലൈംഗികാവയവം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രണ്ട് കാര്യത്തെയും എടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളതും നിങ്ങൾക്ക് രണ്ട് തുടയെല്ലുകൾക്കിടയിലുള്ളതിനെയും നിങ്ങൾ സൂക്ഷിച്ചാൽ സ്വർഗത്തിന് നിങ്ങൾക്ക് ഞാൻ ജാമ്യം നിൽക്കാം എന്ന് റസൂലുള്ളാഹി. പ്രധാനപ്പെട്ട രണ്ട് വിഷയം, ഒന്ന് നാവും ഒന്ന് ഗുഹ്യാവയവവും. ഇതാണ് രണ്ട് താടിയെല്ലുകൾക്കൂടെ ഇടയിലുള്ളതും രണ്ട് തുടയെല്ലുകൾക്കിടയിലുള്ളതിനെയും നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിന് ഞാൻ ജാമ്യം നിൽക്കാമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഉണർത്തുന്നത്. ഇത് രണ്ടും ശ്രദ്ധിക്കുക എന്നത് സ്വർഗപ്രവേശനത്തിന് കാരണമാണ്. ഈ വിഷയത്തിൽ ഒരുപാട് അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇന്ന് സദാചാരബോധമില്ലാത്ത അവസ്ഥ, വിവാഹം കഴിച്ചവരിലും അല്ലാത്ത വിവാഹം കഴിച്ചവർ അവിഹിതമായ ബന്ധങ്ങളിലേക്ക് പോകുന്നു, അല്ലാത്ത പ്രണയം എന്ന പേരിൽ അതൊക്കെ ഇന്ന് വളരെ നിസ്സാരവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇല്ലേ, വിവാഹം കഴിക്കാത്തവർ പ്രണയമില്ലാത്തതെന്തോ ഒരു പ്രശ്നമായി കാണുന്ന യുവതലമുറയാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി മാസമാണ്, ഫെബ്രുവരി 14-ാം തീയതി പ്രണയ ദിനമായിട്ടാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടാടുന്നത്. പണ്ടൊന്നുമില്ലായിരുന്നു. ഇപ്പൊ എന്താണ്, പാശ്ചാത്യ സംസ്കാരങ്ങൾ ഇവിടെ ഏറ്റെടുക്കുകയാണ്. പ്രണയ ദിനം, വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ആഘോഷമായി കൊണ്ടാടുന്ന അവസ്ഥ. ക്യാമ്പസുകളിലും കോളേജുകളിലും ഒക്കെ കുട്ടികൾ അത് വളരെ വിപുലമായി കൊണ്ടാടുന്നുണ്ട്. അതിന് സപ്പോർട്ടായിട്ട് വിദ്യാർത്ഥി സംഘടനകളുണ്ട്, അതിന്റെ സാഹചര്യങ്ങൾ അവർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ പോലും അറിയാം, നമ്മുടെ മക്കൾ ഇത്തരം കെണികളിൽ പെട്ടുപോകുന്നുണ്ട്. ഇതൊക്കെ സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ അപകടമാണ് കാത്തിരിക്കുന്നത്. എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? പ്രണയിക്കുന്നവർ തമ്മിൽ ഒരുമിച്ചിരിക്കുകയും അവർ പരസ്പരം സംസാരിക്കുകയും അവർ സമ്മാനങ്ങൾ കൈമാറുകയും അവർ കൈമാറേണ്ടതൊക്കെ കൈമാറുകയും ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ്, ഈ സ്നേഹബന്ധം പ്രകടിപ്പിക്കുന്ന ദിവസമായിട്ടാണ് ഈ ദിവസത്തെ ഇന്ന് നമ്മുടെ നാട്ടിലും വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അടിസ്ഥാനപരമായി ബിഷപ്പ് വാലന്റീനുമായി ബന്ധപ്പെട്ട ഒരു ക്രൈസ്തവ ആചാരമാണ് ഇത് നമുക്ക് കാണാൻ കഴിയും. ഏകദേശം 3-ാം നൂറ്റാണ്ടിൽ റോം ഭരിച്ചിരുന്ന ചക്രവർത്തി ആ നാട്ടിലെ യുവാക്കൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ യുദ്ധത്തിനൊന്നും അവർക്ക് വീര്യമില്ല, അതുപോലെ തന്നെ അവർക്ക് താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ആ നാട്ടിൽ വിവാഹം എന്നത് നിരോധിക്കുകയാണ്. വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് നയമിറക്കി. അങ്ങനെ ഇരിക്കെ അവിടെ സ്നേഹിക്കുന്നവർ തമ്മിൽ ഒരുമിക്കുവാനും അവർ വിവാഹം കഴിക്കുവാനും വളരെ രഹസ്യമായി, കത്തോലിക്ക സഭയുടെ ഒരു ബിഷപ്പ് കൂടിയായിരുന്നു ഈ വാലന്റീൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം രഹസ്യമായി അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തു, അതിന് സപ്പോർട്ട് ചെയ്തു കൊടുത്തു. ഇത് ചക്രവർത്തി അറിഞ്ഞു, അദ്ദേഹത്തെ ജയിലിലടച്ചു. ഈ ജയിലറായിരുന്ന വ്യക്തിയുടെ അന്ധയായ ഒരു മകളുമായി അദ്ദേഹം പ്രണയത്തിലായി. അങ്ങനെ അതും ചക്രവർത്തി അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ്, തലവെട്ടി കൊല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ അതിനുവേണ്ടി കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ഒരു കുറിപ്പൊക്കെ എഴുതി, ഒരു പ്രണയ ലേഖനമൊക്കെ എഴുതി
ആ അന്ധയായ ജയിലറുടെ മകൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അദ്ദേഹത്തെ കൊല ചെയ്യപ്പെടുന്നു. ഈ ദിവസമാണ് ഫെബ്രുവരി 14 എന്ന് പറയുന്നത്. ഇത് റോമിൽ ഒരു പ്രണയ ദിനമായി ആചരിച്ചു വരുന്നു. ഇന്ന് ലോകത്ത് മുഴുവനും നമ്മുടെ നാട്ടിലും ഇന്ന് കോളേജിലൊക്കെ ഈ ദിവസം പ്രണയത്തിന്റെ ദിവസമായി കൊണ്ടാടുകയും ഇതിന്റെ ആളുകളായി വക്താക്കളായി നമ്മുടെ സഹോദരങ്ങളും കുട്ടികളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഫെബ്രുവരി 14 മാത്രമല്ല, പലപ്പോഴും പലർക്കും അതറിയില്ല. ഫെബ്രുവരി 7 മുതൽ 7, 8, 9, 10, 11, 12, 13, 14 ഇത്രയും ദിവസങ്ങളും പല നിലക്കുള്ള ആചാരങ്ങളാണ് ഇതിന്റെ പേരിൽ ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 9 ചോക്ലേറ്റ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നു. ഫെബ്രുവരി 7 റോസ് ഡേ, ഫെബ്രുവരി 8 പ്രപ്പോസ് ഡേ. പ്രപ്പോസ് ചെയ്യുകയാണ് പരസ്പരം. അപ്പൊ കുട്ടികൾ കോളേജിൽ ചെല്ലുമ്പോൾ ഇതിന് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുമ്പോൾ ഇതിനൊന്നും താല്പര്യമില്ലാത്തവർ പോലും ഇതിൽ പെട്ടുപോവാണ്. അത്തരം അവസ്ഥ ഇന്ന് ക്യാമ്പസുകളിൽ നടക്കുകയാണ്. പലപ്പോഴും മാതാപിതാക്കൾ ഇത് അറിയണില്ല. ഫെബ്രുവരി 9 ചോക്ലേറ്റ് ഡേ ഷോപ്പിലൊക്കെ വന്നിട്ട് അന്നത്തെ ദിവസം കുട്ടികൾ ചോക്ലേറ്റ് വാങ്ങി പോകും. നമ്മൾ അറിയണില്ല എന്തിനാ പോകുന്നതെന്ന്. എന്നിട്ട് താൻ പ്രണയിക്കുന്ന അന്ന് പ്രണയം തുടങ്ങുകയാണ്, ഒരാൾക്ക് കൊടുക്കുകയാണ്. ഫെബ്രുവരി 10 ഇഷ്ടപ്പെട്ട ടോയ്സിനൊപ്പം ചെലവഴിക്കുന്ന ദിവസം. ഫെബ്രുവരി 11 പ്രോമിസ് ഡേ. ഫെബ്രുവരി 12 അപകടകരമായ അവസ്ഥകളിലേക്ക് വരുന്നു. പ്രണയിനികൾ കാത്തിരിക്കുന്ന കിസ് ഡേ. പരസ്പരം ചുംബിക്കുകയാണ്. ഒരു ഭാര്യയും ഭർത്താവും ബെഡ്റൂം എങ്ങനെയാണോ അതുപോലെ ക്യാമ്പസുകളിൽ അതിന്റെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫെബ്രുവരി 13 പങ്കാളികൾ കെട്ടിപ്പിടിക്കുന്ന ഹഗ് ഡേ എന്നറിയപ്പെടുന്നു. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ എന്ന പേരിൽ ഓരോ ദിവസവും പ്രത്യേക പേരുകൾ ഇട്ടുകൊണ്ട് ഇത്തരം തോന്നിവാസങ്ങൾ ക്യാമ്പസുകളിൽ നടക്കുമ്പോൾ പ്രണയം എന്ന പേരിൽ ഈ തോന്നിവാസത്തിന് ലൈസൻസ് കൊടുക്കുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാകരുത്. അതുകൊണ്ട് ഈ അപകടങ്ങളെ ത്വര്യപ്പെടുത്താൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നതാണ്. സ്നേഹമെന്ന വികാരം അത് അള്ളാഹു നൽകിയ ഒരു കാര്യമാണ്. അതിനൊരിക്കലും ഇസ്ലാം എതിരല്ല. അള്ളാഹുവിനെ സ്നേഹിക്കണമെന്ന് ഇസ്ലാം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കണമെന്ന് ഇസ്ലാം പറയുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സ്നേഹിക്കണം, സഹോദരങ്ങളെ സ്നേഹിക്കണം, കുടുംബത്തെ സ്നേഹിക്കണം, അയൽവാസികളെ സ്നേഹിക്കണം. സ്നേഹങ്ങൾ അത് പക്ഷികളോടുണ്ടാകണം, മൃഗങ്ങളോടുണ്ടാകണം. ജീവിതത്തിന്റെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനോടൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടാകണം. ജീവിതത്തിന്റെ അടിസ്ഥാനം തന്നെ സ്നേഹത്തിൽ ഊന്നിക്കൊണ്ടാണ് എന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ സ്നേഹം എന്ന പേരിൽ ഒളിച്ചു കടത്തപ്പെടുന്ന ഇത്തരം പ്രണയത്തിന്റെ പേരിൽ നടത്തുന്ന നെറുകേടുകളെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതിശക്തമായി അതിനെ വിരോധിക്കുകയും അത് ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനെ അനുസരിക്കുന്നവനാണ്. അവൻ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മുസ്ലിം ദീനി നിയമങ്ങൾ പാലിക്കുന്നവനായിരിക്കണം. ദീനിന്റെ നിയമങ്ങൾ, ശറവുകൾ പാലിച്ചു പോകുന്നവനാണ് വിശ്വാസി എന്ന് പറയുന്നത്. അല്ലാതെ തനിക്കിഷ്ടമുള്ളത് സ്വീകരിക്കുക, എനിക്കിഷ്ടമില്ലാത്തത് സ്വീകരിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് മുസ്ലിം എന്ന് പറയുക? അവനെ ഇസ്ലാമിൽ പറയുന്ന പേര് മുനാഫിഖ് എന്നാണ്. നിഫാഖുള്ളവൻ, കപട വിശ്വാസി എന്നാണ്. അല്ലെ, ഒരാൾ പറയാണ് ഞാൻ നോമ്പെടുത്തോളാം, എനിക്ക് നമസ്കരിക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ സക്കാത്ത് കൊടുത്തോളാം, സമ്പത്തുണ്ട്, അതിനുള്ള സക്കാത്ത് ഞാൻ കൃത്യമായി കൊടുക്കും, പക്ഷെ പള്ളിയിൽ ഒന്ന് പോയി 5 നേരം നിസ്കരിക്കാൻ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞാൽ അവനെ മുസ്ലിം എന്ന് പറയൂ? ഒരിക്കലും അവനെ മുസ്ലിം എന്ന് പറയില്ല. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഏതെങ്കിലും നിയമങ്ങൾ എനിക്ക് പറ്റുന്നത് പാലിക്കാം, അല്ലാത്തതൊന്നും ഈ കാലത്ത് പറ്റില്ല, അല്ലെങ്കിൽ എന്റെ നാട്ടിൽ പറ്റില്ല എന്ന് പറഞ്ഞ് അതിനെ പുച്ഛിച്ചു തള്ളിയാൽ അവൻ എങ്ങനെയാണ് ഇസ്ലാം എന്ന് പറയാൻ കഴിയുക? അവന് പറയുന്ന പേരാണ് മുനാഫിഖ് എന്ന്. സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കുന്നവനെയാണ് മുസ്ലിം എന്ന് പറയാം. നമ്മളൊരു മുസ്ലിം ആണെങ്കിൽ അള്ളാഹു പഠിപ്പിച്ച നിയമങ്ങളെ പാലിക്കാനും അനുസരിക്കാനും മനസ്സുകൊണ്ട് സന്നദ്ധമാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകത്ത് പല ആഘോഷങ്ങൾ ഉണ്ടാകും, ലോകത്ത് പല ആചാരങ്ങൾ ഉണ്ടാകും, ലോകത്ത് പല മതങ്ങളുണ്ട്. അതൊക്കെ അതിന്റെ ആഘോഷങ്ങൾ അവരാഘോഷിക്കും. ഇതെല്ലാം നമ്മളും അതിന്റെ കൂടെ കൂടി കൊടുക്കുക എന്ന് പറയുന്ന ഒരാളെ എങ്ങനെയാണ് മുസ്ലിം എന്ന് പറയാൻ കഴിയാം? സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മൾ ഒരു മുസ്ലിമിന് ഒരു ഐഡന്റിറ്റി ഉണ്ടാകണം. മുസ്ലിം പേര് സ്വീകരിച്ചാൽ അവനെ ഇസ്ലാം എന്ന് പറയാൻ കഴിയില്ല. അത് കൃത്യമായി പാലിക്കാനും തൃപ്തിപ്പെടുവാനും സാധിക്കുന്നിടത്താണ് ഒരു വിശ്വാസിയുടെ ജീവിതം അത് പ്രൗഢമാകുന്നത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. സഹോദരങ്ങൾ, അതുപോലെ ഓരോ മതത്തിനും ഓരോ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ അവർ പാലിക്കും. പക്ഷെ നമ്മൾ ഇസ്ലാമിൻ്റെതായ നിയമങ്ങളുണ്ട്, അല്ലെ? എല്ലാ മതങ്ങളിലും വിശ്വസിച്ചുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കും? ഒരിക്കലും സാധ്യമല്ല, അല്ലെ? ഇസ്ലാമിലെ വിശ്വാസം എങ്ങനെയാണ്? ഏകദൈവ വിശ്വാസമാണ്. അള്ളാഹുവിന്റെ വഹദാനിയത്തിൽ ഉറക്കെ വിശ്വസിച്ചുകൊണ്ട് ഷഹാദത്ത് ചൊല്ലി ജീവിക്കുന്നവരാണ് മുസ്ലിം മുഅ്മിൻ എന്ന് പറയാം, അല്ലെ? മറ്റു മതങ്ങളിൽ ബഹുദൈവ വിശ്വാസം പ്രശ്നമല്ല. അപ്പൊ ഇതും വിശ്വസിക്കുക എന്ന് പറയുന്ന ഒരു രീതി ഒരിക്കലും ഒരു വിശ്വാസിക്ക് ചേരുകയില്ല. അത് സാധ്യവുമാകുന്ന കാര്യമല്ല. തൗഹീദും ശിർക്കും ഒരുമിച്ചുണ്ടാവുകയില്ല. അത് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സാധ്യമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ടുപോകാൻ മുസ്ലിം എന്ന് പറയുന്നവർക്ക് സാധിക്കണം എന്നുള്ളതാണ്. പല നിയമങ്ങൾ വ്യത്യാസം ഉണ്ടാകും. ഇപ്പൊ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അന്യ സ്ത്രീയുമായിട്ടുള്ള ഇടപാടുകൾ
അവിടെ അന്യസ്ത്രീയുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ പാടില്ല. അത് ഇസ്ലാം ഹറാമാക്കിയതാണ്. അവരെ സ്പർശിക്കാൻ പാടില്ല, മഹറമല്ലാത്തവരുമായി സ്പർശിക്കാൻ പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ഇസ്ലാം പഠിപ്പിച്ചതാണ്. പക്ഷെ മറ്റു മതങ്ങളിൽ അതിന് അനുവദനീയമാകാം എന്ന് വിചാരിച്ച് നമുക്കും അങ്ങനെ ആകാമെന്ന് വിചാരിച്ചാൽ അത് ഒരിക്കലും അവനെ മുസ്ലിം എന്ന് പറയാൻ സാധ്യമല്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, നമ്മളുടെ വിശ്വാസം, നമ്മളുടെ ഈമാൻ അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അത് മുറുകെ പിടിച്ച് ജീവിക്കണം. ഈ കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പ്രകടമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അള്ളാന്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ് എല്ലാവർക്കും അറിയുന്നതല്ലേ. അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്, ജനങ്ങളെ, നിങ്ങളുടെ ഇടയിൽ ഒരു കാലഘട്ടം വരും, കയ്യിൽ തീക്കട്ട പിടിച്ചവനെ പോലെ ജീവിക്കേണ്ടി വരും. അത്ര പ്രയാസകരമായ ജീവിതം, പല നിലക്കുള്ള കാര്യങ്ങളും സമൂഹത്തിൽ നടക്കും. അതിൻ്റെ ഇടയിൽ ഈമാൻ ചോർന്നു പോകാതെ, നൊരുമ്പിപ്പോകാതെ, തകർന്നു പോകാതെ മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയുക എന്നതാണ് ഒരു മുഅ്മിന് ഉണ്ടാകേണ്ട സ്വഭാവം. അള്ളാഹുവിന്റെ റസൂല് നമുക്ക് വാണി നൽകിയ വിഷയമാണ്. മലവെള്ളം പാച്ചിലെ ചണ്ടികളെ പോലെ നിങ്ങൾ ആകരുത്, വേസ്റ്റുകളായി മാറരുത് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്. അത്തരം വേസ്റ്റുകളാകാതെ മുസ്ലിമിന്റെ ഇസ്സത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ഈമാനോടുകൂടി അവന്റെ വിശ്വാസങ്ങൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക എന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പണ്ട് കാലത്തൊക്കെ നമുക്കൊക്കെ വളരെ ഭയന്ന്, വളരെ അകന്നു നിന്ന തിന്മകൾ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്, അതൊക്കെ വളരെ നിസ്സാരമായി അടുത്തിരിക്കുന്നു. അതൊന്നും ഒരു പ്രശ്നമല്ലാതായി മാറിയിരിക്കുന്നു. പണ്ടൊക്കെ ഇങ്ങനെയുള്ള പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു എല്ലാവരും കാണാതെ വളരെ രഹസ്യമായി ചെയ്ത സംഗതികൾ ഇന്ന് അത് ചെയ്യാത്തവർ മോശക്കാരായി കാണപ്പെടുന്ന ഒരു കാലഘട്ടം. അതാണ് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു കാലഘട്ടം. തിന്മകൾ അത്രമേൽ വ്യാപിച്ചിരിക്കുകയാണ്. പണ്ട് പലിശക്ക് പണം വാങ്ങുന്നതൊക്കെ തെറ്റാൻ ആളുകൾക്ക് തോന്നും. ഇന്ന് പലിശക്ക് പണം വാങ്ങുന്ന മുസ്ലിമീങ്ങൾ, അതുകൊണ്ട് ജീവിക്കുന്നവർ, നിഷിദ്ധങ്ങൾ ഉപയോഗിക്കാൻ ഒരു മടിയുമില്ലാത്ത ആളുകളെ നമ്മൾ കാണുന്നു. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൽ ഒരു മടിയുമില്ലാത്ത ആളുകളെ ഇന്ന് ഈ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അന്യ ആണും പെണ്ണും ഒരുമിച്ച് കൂടിക്കലരുന്നവർ, കല്യാണങ്ങൾ, ഇന്നത്തെ കല്യാണങ്ങളുടെ അവസ്ഥ എന്താണ് സുഹൃത്തുക്കളെ? ഇന്നത്തെ കല്യാണങ്ങളുടെ അവസ്ഥ എന്താണ്? മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകളുടെ കല്യാണങ്ങൾ പോലും ആണും പെണ്ണും കൂടിക്കലർന്നും അതുപോലെ എല്ലാ തോന്നിയവാസങ്ങളും ഇന്ന് നടത്തിക്കൊണ്ടാണ് ഇന്നത്തെ കല്യാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെയുള്ള ആഘോഷങ്ങളും പരിപാടികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതൊക്കെ ഇന്ന് സാർവത്രികമായിരിക്കുന്നു. ഇതൊന്നും ഒരു മോശം അതിലൊന്നും ആരും കാണുന്നില്ല. അതൊക്കെ ഇല്ലാത്തവരെ എന്തോ പ്രത്യേക ആളുകളായി കാണപ്പെടുന്ന ഒരു കാലഘട്ടമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇതൊന്നും ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷിച്ചും കണ്ടും ജീവിക്കേണ്ടവനാണ് വിശ്വാസികൾ എന്ന് മനസ്സിലാക്കുക. ഔറത്തുകൾ മറയ്ക്കാനുള്ളതാണ്. ഔറത്ത് മറയ്ക്കാനാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതിങ്ങനെ പ്രകടമാക്കുന്ന എത്ര മുസ്ലിമീങ്ങൾ, എത്ര മുസ്ലിം സ്ത്രീകൾ കൃത്യമായി ഔറത്ത് മറച്ചുകൊണ്ട് സമൂഹത്തിൽ ജീവിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു കല്യാണ വീട്ടിലേക്ക് ചെന്നാൽ എങ്ങനെയാണ്, ആരെയാണ് നോക്കാൻ കഴിയുക? അല്ലെ, കൈ പുറത്ത് കാണിച്ച്, ശരീരത്തിന്റെ മാംസള ഭാഗങ്ങൾ പുറത്തു കാണിച്ച് ആളുകൾ ആകർഷിക്കും വിധം, ആകർഷിക്കുന്നവരെ ആഗ്രഹിക്കും വിധം, ആഗ്രഹിക്കുന്നവർ നേടിയെടുക്കുവാനുള്ള പ്രചോദനം നൽകും വിധം ഇന്ന് വസ്ത്രധാരണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളത് നമുക്കറിയാം. ആണുങ്ങളും അങ്ങനെ തന്നെയാണ്. യുവാക്കളൊക്കെ ഇന്ന് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു. ജീൻസ് ധരിക്കുന്നു, ജീൻസിന്റെ തുടഭാഗം കീറിയിട്ടിരിക്കുന്നു, അല്ലെ, പല മോഡലുകളാണ്. അങ്ങനെയുള്ളവർ അതുകൊണ്ട് നിസ്കരിച്ചാൽ എങ്ങനെ നിസ്കാരം ശരിയാവുക? ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്തു കാണുന്ന രൂപത്തിൽ, ഔറത്തുകൾ പുറത്തു കാണുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണങ്ങൾ ധരിച്ചുകൊണ്ട് ജീവിക്കുന്നു. എന്നിട്ട് അവരും മുഅ്മിനീങ്ങളാണ്, വിശ്വാസികളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് സഹോദരങ്ങളെ. എന്നുകൊണ്ടാണ് നമുക്കൊക്കെ ഈ മതത്തിനോട് വെറുപ്പ് തോന്നി തുടങ്ങിയത്? എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയത്? ഇസ്ലാമിന്റെ നിയമങ്ങളോടൊരു വെറുപ്പ് തോന്നി തുടങ്ങിയത്. ഇസ്ലാമിക വസ്ത്രം ധരിക്കണമെന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു പഴഞ്ചൻ 6-ാം നൂറ്റാണ്ട് മദ്രസ പൊട്ടന്മാർ എന്ന് പറയുന്ന ഇന്നത്തെ ഭൗതികവാദികളോടൊപ്പം കൂടാൻ തുടങ്ങിയത് എന്നു തൊട്ടാണ്. ഈ മതത്തോടും ഈ വിശ്വാസത്തോടും ആളുകൾക്ക് വെറുപ്പ് തോന്നിയത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മതം അതൊന്നേ ഉള്ളൂ. അതിന്റെ നിയമങ്ങൾ കാലത്തിനനുസരിച്ച് മാറില്ല, സമൂഹത്തിനനുസരിച്ച് മാറില്ല. ആ നിയമങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ തൃപ്തിപ്പെട്ട് വിട്ടേച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിന്റെ മരണം വരെയും, അവസാന നിമിഷം വരെയും, അവസാന ശ്വാസം വരെയും മുറുകെ പിടിച്ച് ജീവിക്കുന്നവരെയാണ് ഈമാനുള്ള വിശ്വാസി എന്ന് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഇതിന്റെ കാരണം വേറൊന്നുമല്ല സഹോദരങ്ങളെ. നമ്മുടെ വീടുകളിൽ രാവിലെ വരുന്ന പത്രങ്ങൾ മുതൽ, അതിൽ കാണുന്ന ചിത്രങ്ങൾ മുതൽ, മീഡിയകൾ മുതൽ, അതിലെ വാർത്തകൾ മുതൽ, അതിലെ പ്രോഗ്രാമുകൾ മുതൽ, സിനിമകൾ മുതൽ എല്ലാം ഇന്ന് സമൂഹത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം കാഴ്ചപ്പാടുകൾ നമ്മുടെ യുവതലമുറകളുടെ മനസ്സുകളിലേക്ക് കയറി ഇസ്ലാമിന്റെ നിയമങ്ങളോട് വെറുപ്പുണ്ടാകുന്ന അവസ്ഥ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഒരിക്കലും നിസ്സാരവൽക്കരിച്ച് കാണാൻ പാടില്ല എന്നതാണ്. മതനിയമങ്ങൾക്ക് നമ്മൾ പാകപ്പെടുന്നതിന് പകരം നമുക്കനുസരിച്ച് മതനിയമങ്ങളെ പാകപ്പെടുത്താൻ വേണ്ടി മസാലകൾ പോലും ചോദിക്കാൻ ഇന്ന് പലർക്കും മടിയില്ല.
അല്ലെ? മത നിയമങ്ങൾക്കനുസരിച്ച് നമ്മൾ പാകപ്പെടണം. അതിന് പകരം നമ്മൾക്കനുസരിച്ച് മത നിയമങ്ങളെ പാകപ്പെടുത്താൻ അതിനെന്തെങ്കിലും ഒരു വഴിയുണ്ടോ? ഇത്തരം ആഘോഷങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഇതിങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ആളുകൾ സംശയം ചോദിക്കാം. എന്താ കാര്യം? നമുക്ക് മതനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ വയ്യ. നമ്മളുടെ തൃപ്തിക്കും നമ്മളുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ച് മതനിയമങ്ങളെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ശ്രമം അതൊരിക്കലും ശരിയല്ല എന്നുള്ളത് സഹോദരങ്ങളെ മനസ്സിലാകുക. മ്ലേച്ഛമായ സംസ്കാരങ്ങൾ അനുവർത്തിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരു കാലം വരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച വചനം വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. മുഴത്തിന് മുഴമായും ചാണിന് ചാണായും മറ്റുള്ള സമൂഹങ്ങളെ പിൻപറ്റുന്ന ഒരു കാലഘട്ടം അത് വരും. അതിന്റെ ആഘോഷങ്ങളും അവരുടെ ആചാരങ്ങളും അവരുടെ വിശ്വാസങ്ങളും പേറി അതിന്റെ പിന്നാലെ ഈമാനുള്ള ജീവിക്കേണ്ട മുസ്ലിമീങ്ങൾ അതിന്റെ പിന്നാലെ പോകുന്ന ഒരു കാലഘട്ടം വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സമൂഹത്തിന് മുൻകരുതലോണം താക്കീത് നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. സമകാലിക ചരിത്രത്തിന്റെ ചിത്രമെടുക്കുമ്പോൾ ആ പ്രവചനം കൃത്യമായി പുലർന്നതായി നമുക്ക് ഓരോരുത്തർക്കും ദർശിക്കാൻ സാധിക്കും. അതുകൊണ്ട് വിശ്വാസികൾ വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം എന്നാണ് പ്രത്യേകിച്ച് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. എല്ലാ നിലക്കും പ്രത്യേകിച്ച് യുവാക്കളൊക്കെ ശ്രദ്ധിക്കണം. മുടി വെട്ടുന്നത് എവിടുന്ന് വന്നത്? ഇന്നത്തെ മുടി വെട്ടുന്ന കോലക്കേടുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ക്രോപ്പ് ചെയ്തും അത്തരം മുടിവെട്ടുകൾ ഇതൊക്കെ പാശ്ചാത്യ സംസ്കാരം സ്വീകരിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞൊരു ചപ്പ് ചവർ ചട്ടികളെ പോലത്തെ ഒരു സമൂഹം. അതുപോലെ വസ്ത്രധാരണം, ഭക്ഷണ രീതികൾ പോലും പാശ്ചാത്യ സംസ്കാരങ്ങൾ നമ്മുടെ ഇടയിലേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മുടെ കുട്ടികളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. വസ്ത്രധാരണ വിഷയത്തിലും അതുപോലെ വന്നുകൊണ്ടിരിക്കുന്നു. പടിഞ്ഞാറിന്റെ അപജയങ്ങളെ അതേപടി പിന്തുടരുന്ന ദയനീയ അവസ്ഥ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വാരിപ്പുണരുന്ന അവസ്ഥ നമ്മൾ ഇന്ന് സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങൾ, അതുകൊണ്ട് വിശ്വാസികളെ നിലപാടുണ്ടാകണം. നിലപാടുകൾ നഷ്ടപ്പെടാൻ പാടില്ല. ഇന്നത്തെ യുവതലമുറക്ക് പ്രത്യേകിച്ച് ഇസ്ലാമിൽ വിശ്വാസികളായി ജീവിക്കുന്നവർക്ക് ഇസ്സത്തും അതിനുള്ള നിലപാടും ഉണ്ടാകണം. എല്ലാവരും നന്നായാൽ ഞാനും നന്നാവും, സമൂഹം എങ്ങനെയായാൽ എനിക്കെങ്ങനെ മാത്രം ഇങ്ങനെ മാറി നിൽക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ഒരു അഴകുഴഞ്ഞ നിലപാട്, നാടോടുമ്പോൾ നടുവേ ഓടുന്ന രീതി, അതൊരിക്കലും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല എന്ന് മനസ്സിലാക്കുക. ഇസ്ലാം പഠിപ്പിച്ച എന്റെ മതം, ഞാൻ തൃപ്തിപ്പെട്ട് സ്വീകരിച്ച മതം, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ ആ മതം പഠിപ്പിച്ചതെന്തോ അവിടെ ഞാൻ നിൽക്കും. അതെന്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ടാലും സമൂഹം എന്നെ വെറുത്താലും സമൂഹത്തിന് അതിനെതിരാണെങ്കിലും നാട്ടിലെ ഭൂരിഭാഗം അതിന് ചെയ്യുന്നില്ല എങ്കിലും ഞാനതേ ചെയ്യുകയുള്ളൂ, ഞാനതേ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറയാനും പ്രഖ്യാപിക്കാനും ജീവിതം കൊണ്ട് അടയാളപ്പെടുത്താനും നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. ലാ തഖൂലു ഇമ്മഅ, കൂടെ കൂടികളാകരുത് എന്ന അല്ലാഹുവിന്റെ പ്രവാചകന്റെ താക്കീത് നമ്മൾ ഓർക്കണം സഹോദരങ്ങളെ. ആ നിലക്ക് മുന്നോട്ട് പോകാനുള്ള ശ്രമം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. അത്തരം വിശ്വാസികൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോട് നമ്മൾ ഏവരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥം മുന്നിലുള്ള അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സ്നേഹം, പ്രണയം എന്ന് പറയുന്നത് ഇസ്ലാം അനുവദിച്ചതുകൊണ്ട്, ഇസ്ലാം നിഷിദ്ധമാക്കിയതുണ്ട്. സ്നേഹത്തിന് രണ്ട് വശങ്ങളുണ്ട്, രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് അനുവദനീയമായതാണ്, ചിലത് കടമപ്പെട്ടതാണ്, അത് പ്രതിഫലാർഹവുമാണ്. എന്നാൽ മറ്റു ചിലത് നിഷിദ്ധമാണ്, ഉപേക്ഷിക്കേണ്ടതാണ്, ശിക്ഷാർഹമായ കാര്യമാണ്. ഒരു വിശ്വാസി അനുവദനീയമായത് ജീവിതത്തിൽ കൊണ്ടുവരികയും നിഷിദ്ധമായതിനെ പൂർണ്ണമായും ജീവിതത്തിൽ നിന്ന് പാടെ പറിച്ചു നീക്കുകയും ചെയ്യണം. കാരണം സ്നേഹം എന്നത് സ്വർഗ നരകങ്ങൾ ലഭിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അനുവദനീയമായ സ്നേഹം, അള്ളാഹുവിനോടുള്ള ഇഷ്ടം, അല്ലെ? ഖുർആൻ പറഞ്ഞില്ലേ, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അല്ലാഹുവിനോടുള്ള ഇഷ്ടം അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, കഠിനമായ സ്നേഹമാണ്. അതിനപ്പുറത്തൊരു വേറൊരു സ്നേഹമില്ല. അത്രയും വലിയ ഇഷ്ടം അള്ളാഹുവിനോട് ഒരു വിശ്വാസിക്ക് ഉണ്ടാകണം. അത് അവരുടെ മാതാപിതാക്കളെക്കാൾ, വീടിനേക്കാൾ, കച്ചവടത്തേക്കാൾ, നമ്മുടെ ഭൗതികമായ എല്ലാ കാര്യങ്ങളെക്കാളും, എല്ലാത്തിനേക്കാളും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് വരെ ഒരാൾക്ക് വിശ്വാസിയാകാൻ കഴിയില്ല എന്നതാണ് ഖുർആൻ പഠിപ്പിച്ചത്. രണ്ടാമത്, അള്ളാഹുവിന്റെ പ്രവാചകനെ ഇഷ്ടപ്പെടണം.
പ്രവാചകനെ സ്നേഹിക്കാത്ത ഒരാൾക്ക് മുഅ്മിനാകാൻ കഴിയില്ല എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അതോടൊപ്പം നമുക്ക് ജന്മം നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അവരെ സ്നേഹിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്യാതെ ഒരാൾക്ക് എങ്ങനെയാണ് സ്വർഗപ്രവേശനം കിട്ടുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബിമാർ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ ഉമ്മയോട് നിനക്ക് ബാധ്യതയുണ്ട്, നിന്റെ വാപ്പയോട് നിനക്ക് ബാധ്യതയുണ്ട്. അവരെ നീ പരിചരിക്കുകയും അവരെ ചേർത്ത് വെക്കുകയും ചെയ്യണമെന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചത്. അതുപോലെ നമ്മളുടെ പ്രണയം, നമ്മുടെ ഇഷ്ടം നമ്മുടെ ഇണകളോട്, പ്രിയപ്പെട്ട പ്രിയതമയോട്, പ്രിയതമനോട് ഉണ്ടാകണം. അവർ തമ്മിലുള്ള ഇഷ്ടം അല്ലാഹു സൃഷ്ടിച്ചതാണ്. ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. ആ ഇഷ്ടവും ആ കാരുണ്യവും ഒക്കെ അല്ലാഹു നൽകിയതാണ്. അത് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കണം. അതൊക്കെ പ്രതിഫലാർഹമാണ്, അതൊക്കെ നമുക്ക് കടമപ്പെട്ട സ്നേഹമാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഒരു ഭാര്യയെ കുറിച്ചും അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഭർത്താവിനെ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഭാര്യ അപ്പോൾ സ്വർഗാവകാശിയാണ്, സ്വർഗത്തിലെ ഉന്നത സ്ത്രീകളിൽ പെട്ടതാണ് എന്ന ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ അയൽവാസികളോട്, നമുക്ക് നമ്മുടെ സഹോദരങ്ങളോട്, കൂട്ടുകാരോടൊക്കെ നമുക്ക് ആ നിലയ്ക്കുള്ള അനുവദിക്കപ്പെട്ട ഇഷ്ടങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെയുള്ളവർക്ക് ഒരുപാട് ഗുണമുണ്ട്. അവർ ഈമാനിന്റെ മാധുര്യം നുകർന്നവരാണ്, അതുപോലെ തന്നെ റബ്ബിന്റെ ഇഷ്ടം നേടിയെടുക്കുന്നവരാണ്, അതുപോലെ അർശിന്റെ തണൽ കിട്ടുന്നവരാണ്. ഇതൊക്കെ അതിനുള്ള പ്രതിഫലമായി അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. എന്നാൽ നിഷിദ്ധമായ കുറെ പ്രണയങ്ങളും ഇഷ്ടങ്ങളും സ്നേഹങ്ങളും ഉണ്ട്. അത് ഏതൊക്കെയാണ്? ഒന്ന്, അല്ലാഹു അല്ലാത്തവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കളെ, അല്ലാഹുവിന് സമന്മാരെ ഉണ്ടാക്കുന്ന അത്തരം അതിനെ അല്ലാഹുവിന് പുറമെ സ്നേഹിക്കുന്നവർ, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവർ അവരെ ഇഷ്ടപ്പെടുക, അല്ലെ? അത് വലിയ പാപമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ഒരിക്കലും അനുവദിക്കപ്പെടുന്ന ഇഷ്ടമല്ല, എന്ന് നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം അള്ളാഹുവിന്റെ പ്രവാചകനെ ഇഷ്ടപ്പെടാതിരിക്കുക എന്നുള്ളത്, പ്രവാചകനോടുള്ള സ്നേഹത്തെക്കാൾ മറ്റുള്ള കാര്യങ്ങളോട്, നമ്മുടെ കച്ചവടത്തോടും ജീവിതത്തോടും ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുക, ഇതും അനുവദിക്കപ്പെട്ട സ്നേഹമല്ല എന്ന് കാണാൻ കഴിയും. അതുപോലെ അന്യപുരുഷന്മാർ, ആണും പെണ്ണും തമ്മിലുള്ള പ്രണയം, ഇന്ന് നടക്കുന്ന പ്രണയങ്ങൾ, വിവാഹിതരല്ലാത്തവർ, വിവാഹിതരാണെങ്കിലും അന്യപുരുഷനും അല്ലാത്തവരുമായി നടക്കുന്ന അവിഹിതമായ ബന്ധങ്ങൾ, ഇതൊക്കെ ഇസ്ലാം ശക്തമായി നിരോധിച്ച ഹറാമായ വിഷയമാണ് എന്ന് കാണാൻ കഴിയും. കഠിനമായ ശിക്ഷയാണ് അവർക്കുള്ളത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം പ്രണയങ്ങൾക്ക് ഒരുപാട് അപകടങ്ങളുണ്ട്, ദോഷവശങ്ങളുണ്ട്. റബ്ബിന്റെ നിയമങ്ങൾ അതുവഴി ധിക്കരിക്കലാണ്, അള്ളാഹുവിന്റെ ഉളബിന് അത് കാരണമാവുകയാണ്. അതുപോലെ തന്നെ പ്രണയം പലപ്പോഴും മനുഷ്യനെ ഭൗതികവാദത്തിലേക്ക്, ദൈവനിഷേധത്തിലേക്ക്, മതനിരാസത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതിന്റെ കാഴ്ചകൾ നമ്മൾ കാണുന്നില്ലേ? പ്രണയിച്ചിട്ട് സ്വന്തം മാതാപിതാക്കളെ പോലും വേണ്ടാന്ന് പറഞ്ഞ് അന്നേരം കണ്ട മറ്റു ആരായിക്കോട്ടെ ഇറങ്ങിപ്പോവാൻ. മതവിശ്വാസമൊന്നും ഒരു പ്രശ്നമല്ല. അത്തരം ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. മതനിരാസത്തിലേക്ക് ആളുകൾ പോകാൻ ഇത്തരം പ്രണയങ്ങൾ കാരണമാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാനസിക സംഘർഷങ്ങളിലേക്ക് അവർ പോകും, അത്തരം വിഷാദങ്ങളിലേക്ക് അവർ കടന്നുപോകും. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ വ്യഭിചാരങ്ങളിലേക്കാണ് അവർ കടന്നു പോകുന്നത്, ഇല്ലേ? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ കണ്ണിന് അതിൽ പങ്കുണ്ട്, ഇല്ലേ? എന്നാണ് കണ്ണിന്റെ അനർഹമായ ആ നോട്ടം, ഇല്ലേ? ഒരു അന്യ പെണ്ണിനെ സൂക്ഷിച്ച് നോക്കാണ്, വീണ്ടും നോക്കാണ്, ഇല്ലേ? ആ നോട്ടം അത് അള്ളാഹു കാണുന്നുണ്ട്. അത് വ്യഭിചാരമാണ്, അതിന്റെ കണ്ണിന്റെ വ്യഭിചാരമാണ്. കൈകൊണ്ടുള്ള അത്തരം പിടുത്തങ്ങൾ അത് കൈയുടെ വ്യഭിചാരമാണ് എന്ന് പറയുമ്പോൾ അത്തരം പ്രണയങ്ങൾ, വിവാഹത്തിന് മുമ്പുള്ള പ്രണയങ്ങൾ, അത് വ്യഭിചാരത്തിന്റെ ഭാഗങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഭൗതിക മത നന്മകളെ തൊട്ട് അവർ അശ്രദ്ധമാകും. സാമ്പത്തിക ശാരീരികമായ ചൂഷണങ്ങൾ, അതിന്റെ തെളിവുകൾ എത്രയാണ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അവിഹിത ബന്ധങ്ങൾ വിട്ട് കുടുംബം നശിച്ച് മക്കളെ പോലും കൊല്ലാൻ മടിയില്ലാത്ത അവസ്ഥയിലേക്ക് അവർ പോകും എന്നുള്ളത് ഇന്നത്തെ വാർത്തകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കുടുംബത്തിന്റെ തകർച്ച സംഭവിക്കും. അതുപോലെ തന്നെ എന്തായാലും ആരെങ്കിലും ആര് കണ്ടിട്ടില്ല എന്നൊക്കെ വിചാരിച്ചാലും അള്ളാന്റെ മുന്നിൽ എന്തായാലും അവർ ശിക്ഷിക്കപ്പെടും. എന്നാൽ അതിനു പുറമെ ഇവിടെ അപമാനം ഉണ്ടാകും. സമൂഹത്തിന്റെ മുന്നിൽ അപമാനം എന്ന വലിയ പ്രശ്നവും അവരെ ബാധിക്കും എന്ന് നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? കല്യാണ പന്തലിന് വരെ പെൺകുട്ടികൾ ഇറങ്ങിപ്പോകുന്ന അവസ്ഥകളുണ്ട് പ്രണയിച്ചവരുമായി. എത്ര അപമാനം ആ കുടുംബത്തിന് വരെ സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്ന കാര്യമാണ്. നല്ല മരണത്തിനുള്ള അവസരം അവർക്ക് നഷ്ടപ്പെടും. ഇതൊക്കെ പ്രണയം കൊണ്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ്. പ്രണയത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അള്ളാഹുവിന്റെ സ്നേഹത്തിൽ നിന്ന് മനസ്സ് അശ്രദ്ധമാവലാണ് ആ പ്രണയത്തിന് പലപ്പോഴും പലരെയും പ്രേരിപ്പിക്കുന്നത്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ചെറിയ കുട്ടികളെ അതുകൊണ്ട് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ഉണ്ടാക്കി കൊടുക്കുക, അള്ളാഹിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുക, അള്ളാഹിന്റെ കാരുണ്യത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക. അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഒരാളുടെ ഹൃദയത്തിൽ കയറിയാൽ ഇത്തരം പ്രണയങ്ങളിലേക്കൊന്നും അവർ പോവുകയില്ല. അതുപോലെ തന്നെ മനുഷ്യന്റെ വൈകാരികമായ ദാഹമാണ് അതിന് കാരണമായി ഈ ഫോണും ഇന്നത്തെ സിനിമകളും അത്തരം കാരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇത്തരം കുട്ടികളിൽ നിന്ന് മാറ്റുവാനുള്ള ശ്രമവും നമ്മൾ ഉണ്ടാകണം.
സംഗീതയും സിനിമയും പ്രണയ നോവലുകളും ഒക്കെ കൂടുതലും കുട്ടികളെ അതിലേക്ക് അടുപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾ അതിലേക്ക് പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുകയാണ്. അതുപോലെ വ്യക്തിത്വ ദൗർബല്യവും അനുകരണവും അതിന് കാരണമാണ്. ഉത്തമമായ മാതൃകയില്ലാതിരിക്കൽ, ജീവിതത്തിനൊരു മാതൃക കാണാതിരിക്കൽ, ഇതൊക്കെ പ്രശ്നമാണ്. പ്രവാചകന്റെ മാതൃക ജീവിതത്തിൽ പിൻപറ്റുന്ന ഒരാൾക്ക് അതൊരിക്കലും സാധ്യമല്ല. അതുപോലെ പലപ്പോഴും പലരും ഒഴിവ് സമയങ്ങൾ കൂടുതൽ ഉണ്ടാകുന്ന ഒരവസ്ഥ അല്ലെ, ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കാം. അപ്പോഴാണ് ഇത്തരം പൈശാചികമായ ചിന്തകൾ ആളുകൾക്ക് വരിക. അതുകൊണ്ട് ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളുമായി മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാനും മുന്നോട്ട് പോകാനുമുള്ള ശ്രദ്ധയും പ്രത്യേകിച്ച് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. അതേപോലെ പ്രണയത്തിലേക്ക് പോകാനുള്ള മറ്റൊരു കാരണം സൗന്ദര്യ പ്രദർശനമാണ്. കുട്ടികൾ, നമ്മുടെ മക്കൾ, പെൺമക്കൾ ആൺമക്കളാകട്ടെ, കോളേജിലേക്കൊക്കെ നമ്മൾ വിടുമ്പോൾ അവരുടെ വസ്ത്രധാരണം നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ തിരിച്ചറിയണം. അവർക്ക് ഇസ്ലാമിക വസ്ത്രം കൊടുക്കണം. ഹറാമായ വസ്ത്രം ധരിച്ചുകൊണ്ട് എന്റെ മകൾ കോളേജിലേക്ക് പോകില്ല എന്ന് നമ്മൾ തീരുമാനിക്കണം. അത് ഉറച്ച് ആ തീരുമാനം നടപ്പിലാക്കാൻ കുടുംബനാഥനായ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മൾ പിന്നെ അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക. അനിസ്ലാമികമായ വസ്ത്ര രീതിയാണ് ഇന്ന് പലപ്പോഴും പല പ്രശ്നങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നത്. അവയവങ്ങളെ സൂക്ഷിക്കാതിരിക്കൽ അതിനൊരു കാര്യമാണ്. കാഴ്ചയും കേൾവിയും സ്പർശനവും ഇതൊക്കെ ഇല്ലേ, കുട്ടികൾ തമ്മിൽ അന്യ ആണും പെണ്ണുമാണ്. പ്രായപൂർത്തിയായവർ പരസ്പരം ചെയ്ക്കാറ്റ് കൊടുക്കുന്നു, ഹഗ് ചെയ്യുന്നു. ഇതൊന്നും കോളേജിലും സ്കൂളിലും ഒരു പ്രശ്നമല്ലാതായി മാറിയിരിക്കുന്നു. ഇതിന്റെയൊക്കെ അപകടം പലപ്പോഴും പല പെൺകുട്ടികൾക്കും മനസ്സിലാകുന്നില്ല. അതൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതോടൊപ്പം പ്രണയത്തിൽ നിന്ന് സഹോദരങ്ങളെ രക്ഷപ്പെടാനുള്ള ചില കാര്യങ്ങൾ കൂടി നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അള്ളാഹുവിനോടുള്ള സ്നേഹം മനസ്സിൽ പരിപൂർണമാക്കുക, ആ മഹബത്ത് ഉണ്ടാവുക എന്നതാണ്. എങ്കിൽ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. അനാവശ്യമായ ബന്ധങ്ങൾ ഒഴിവാക്കുക, ആരുമായിട്ടുള്ളതാണെങ്കിലും കണ്ണിനെ നിയന്ത്രിക്കുക, സാഹചര്യങ്ങൾ, അതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഇത്തരം പ്രോഗ്രാമുകളൊക്കെ കോളേജിൽ നടക്കുന്നുണ്ട്, അന്ന് പോകാതിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഉതകുന്ന രൂപത്തിൽ നമ്മളൊരു പ്രോഗ്രാമുകളും ചാർട്ട് ചെയ്യാതിരിക്കുക. ഇന്നത്തെ കല്യാണങ്ങളൊക്കെ അതിന്റെ ഇടങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. നിഷിദ്ധങ്ങളിൽ നിന്ന് മനസ്സിനെ തടയുക, അള്ളാഹുവിന്റെ ശിക്ഷയെ പറ്റി കൂടെ മനസ്സിലാക്കുകയും ഖുതുബകൾ കേൾക്കുകയും ഇസ്ലാമിക പ്രഭാഷണങ്ങൾ കേൾക്കുകയും ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുക്കുകയും ദീനിന്റെ പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ട് പോകാനുള്ള ശ്രമവും നമ്മുടെ ഭാഗത്തുണ്ടാവുക. പ്രണയത്തിന്റെ മോശമായ പര്യവസാനത്തെ കുറിച്ച് കുട്ടികൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ഇല്ലെങ്കിൽ പലപ്പോഴും അറിയാതെ പലരും ചതിക്കുഴിയിൽ പോയി ചാടാൻ സാധ്യതയുണ്ട്. ക്ഷമ എന്നത് കുട്ടികളെ പഠിപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എത്ര വലിയ മനസ്സിനെ ആഗ്രഹിപ്പിക്കുന്ന കാര്യമാണെങ്കിലും അള്ളാഹ് ഹറാമാക്കിയതാണെങ്കിൽ അതിൽ നിന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു സഹനം, ഒരു ക്ഷമ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നാണ് തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. മാനസികമായ പരിശ്രമം വളരെ പ്രധാനമാണ് ഈ വിഷയത്തിൽ എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുകയും സദൃഢരായ നല്ല ആളുകളോടൊപ്പമുള്ള കൂട്ടുകെട്ടുകൾ, അത്തരം സംഘടനകളിൽ നമുക്ക് MSM MGM പോലെയുള്ള സംഘടനകളൊക്കെ ഉണ്ട്. അത് ഖുർആനും അത്തരം ക്ലാസുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന നല്ല കുട്ടികളുമായിട്ടുള്ള കൂട്ടുകെട്ടുമൊക്കെ അവരെ നേരായ മാർഗത്തിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുമെന്ന് മനസ്സിലാക്കി ഖുർആനുമായി ബന്ധപ്പെടുത്തി അതിന്റെ പഠനങ്ങളുമായി ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുക. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങൾ മാറ്റിമറിക്കുന്ന റബ്ബേ, ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ. മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കുന്നവരാക്കണമേ എന്ന പ്രാർത്ഥന മാതാപിതാക്കളും മക്കളും എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇതാണ് അതിന്റെ പരിഹാരം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, പള്ളി പരിപാലന ഫണ്ടാണ്. എല്ലാവരും ഉദാരമായി സംഭാവനകൾ നൽകുക. അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി സ്വീകരിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, മുണ്ടക്കയത്തുള്ള നമ്മുടെ ഒരു പ്രവർത്തകന്റെ ഭാര്യ മരണപ്പെട്ട വിവരം അറിയിച്ചിട്ടുണ്ട്. മരണപ്പെട്ടു. എല്ലാവരും ദുആ ചെയ്യുക, ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹു അവരുടെ ഖബറുടെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പൂർണ്ണമായ ബർസഖിയായ ലോകത്തെ ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മർഹമത്തും മഗ്ഫിറത്തും അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ അവരുടെ രോഗങ്ങൾ അല്ലാഹു ശിഫാഉൻ ആജിലിനെ സമ്മാനിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും നമ്മെ, നമ്മുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, വ്യത്യസ്ത രാജ്യങ്ങളിൽ, ഫലസ്തീൻ പോലെയുള്ള സ്ഥലങ്ങളിൽ പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ അല്ലാഹു പൂർണ്ണമായ അമ്നിനെ, നിർഭയത്തെ അവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.